അതിദരിദ്രരില്ലാത്ത കേരളമെന്ന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമായിരുന്നു. എന്നാൽ രേഖകളിലൊന്നും പെടാത്ത ചില മനുഷ്യരുണ്ട്. കിടക്കാനൊരു വീട് പോലും ഇല്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് ആലപ്പുഴ എടത്വായിലെ പ്രസാദ് എന്ന വയോധികൻ. കട്ടിലിന് ചുറ്റും ടാർപോളിൻ വലിച്ചു കെട്ടിയാണ് ക്യാൻസർ രോഗി കൂടിയായ പ്രസാദിന്റെ താമസം. പ്രളയത്തിൽ വീടും പ്രധാനപ്പെട്ട രേഖകളും നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. ആലപ്പുഴയിൽ നിന്നും അശ്വിൻ പാലാഴിയുടെ റിപ്പോർട്ട്. പ്രസാദിന്റെ വീടിരുന്ന സ്ഥലമാണിത്. 2018 പ്രളയത്തിൽ ആ വീട് ഇല്ലാതായി. പിന്നീട് പ്രസാദിന്റെ താമസം ഈ കാണുന്ന പ്ലാസ്റ്റിക് ഷെഡിലാണ്. വയസ്സുകാരനാണ് തലവടി പഞ്ചായത്തിലെ 7ാം വാർഡിലുള്ള പ്രസാദ്. കട്ടിലിനു ചുറ്റും ടാർപോളിൻ കെട്ടിയ സ്ഥലത്തായിരുന്നു നേരത്തെ വീടുണ്ടായിരുന്നത്. 2018 പ്രളയത്തിൽ വീട് തകർന്നു. ആധാർ അടക്കം പ്രധാന രേഖകൾ നഷ്ടമായി. ഇതോടെ പെൻഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ ആനുകൂല്യങ്ങളുടെ പുറത്തായി പ്രസാദ്. ക്യാൻസർ പിടിപെട്ടതോടെ ജീവിതം ദുരിതപൂർണമാണ്. സംസാരിക്കാനാവുന്നില്ല. സമീപത്തുള്ള വീടുകളിൽ നിന്ന് ഭക്ഷണം എത്തിച്ചിരുന്നു. എന്നാൽ രോഗം മൂർച്ഛിച്ചതോടെ കഴിക്കാനും പറ്റുന്നില്ല. പ്രോട്ടീൻ പൗഡർ വെള്ളത്തിൽ കലക്കി കുടിച്ചാണ് ജീവൻ നിലനിർത്തുന്നത്. തലവടി പഞ്ചായത്ത് 7ാം വാർഡിൽ വാടക്കൽ പ്രസാദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീടാണ്. വീടെന്ന് പറയാനൊക്കെയല്ല, എന്നാ പറയണ്ടേ, ഒരു വെറും ചാർത്ത്. അതാണ് നമ്മുടെ പുറയിൽ കാണുന്നത്. 2018 പ്രളയ സമയത്ത് ആ പ്രളയത്തിൽ നഷ്ടപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ഇതുവരെയും ഈ ഒരു അവസ്ഥയിലാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ അർബുദ ബാധിതനാണ്. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനൊക്കെയല്ല. മുമ്പേ കാണിച്ച പ്രോട്ടീൻ പൗഡർ അതുമാത്രമാണ് കലക്കി കുടിച്ച് അദ്ദേഹം കഴിയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരുടെ ഒരു സഹായം, ഇല്ലേ, സുമനസ്സുകളുടെ സഹായം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് പൊതു രംഗത്തേക്ക്, ഇല്ലേ, പൊതു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. 9 വർഷം മുമ്പ് ഭാര്യ ക്യാൻസർ ബാധിച്ച് മരിച്ചു. മക്കൾ പല വഴി പോയി. ഇതോടെയാണ് ജീവിതം ഒറ്റപ്പെട്ടത്. നല്ലൊരു മഴ പെയ്താൽ നനഞ്ഞു കുളിച്ചാണ് കിടന്നുറങ്ങുന്നത്. രേഖകൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. അതിദരിദ്രരെ കണ്ടെത്താനുള്ള സർക്കാരിന്റെ അന്വേഷണത്തിലൊന്നും ഭക്ഷണത്തിന് വകയില്ലാതെ ടാർപോളിന്റെ അടിയിൽ കഴിയുന്ന പ്രസാദിനെ കണ്ടെത്താനായില്ലെന്നത് ആശ്ചര്യകരം. നവംബർ 1 കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെന്ന വാർത്ത പ്രസാദും വായിച്ചിട്ടുണ്ടാവും. പുതിയ ആധാർ കാർഡ് എടുക്കാനായാൽ പ്രസാദിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും. ജില്ലാ ഭരണകൂടത്തിന്റെ അടിയന്തര ഇടപെടലാണ് ആവശ്യം. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.